കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 43 അധ്യായം 5 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ഒരുക്കമാണ്. മനുഷ്യർക്ക് അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ കഷ്ടതകളിൽ അഭയമായി കടന്നു വരുന്ന ഒരു ദൈവം, പീഡിതർക്ക് ആശ്വാസമായും ബന്ധിതർക്ക് മോചനമായും രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടും യേശു കടന്നു വരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവിന്റെ സകല ചെയ്തികളെയും യേശു തകർത്തു മാറ്റും. അതുകൊണ്ട് യേശു പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊരു ദൈവമുണ്ട്. മരണത്തിന്മേൽ വിജയം നേടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമേ, അവിടുന്ന് പരിശുദ്ധൻ. എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവായ യേശുവിനെ ഈ നിമിഷം നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ആമേൻ. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. അങ്ങാരാധ്യനും പരമാരാധ്യനും സ്തുതികൾക്കെന്നും യോഗ്യരും. അങ്ങാരാധ്യനും പരമാരാധ്യനും സ്തുതികൾക്കെന്നും യോഗ്യരും. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇന്ന് വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ചെങ്കടലിൽ വഴി തുറന്ന ദൈവം നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം, അവിടുത്തെ ആരാധിക്കാം. ആദ്യ പിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ചെങ്കടലിൽ വഴി തുറന്നു. ആമേൻ. ഹല്ലേലൂയ. ആദ്യ പിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ചെങ്കടലിൽ വഴി തുറന്നു. ഇന്നു ഞങ്ങൾ വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ നൽവഴികൾ തുറക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഇന്നു ഞങ്ങൾ വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ നൽവഴികൾ തുറക്കണമേ. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. കർത്താവായ യേശുവേ, ഇന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അഗ്നിനാവ് പോലെ പരിശുദ്ധാത്മാവ് ശ്രീഹന്മാരുടെ മേൽ വന്നിറങ്ങിയതുപോലെ ഇന്ന് ഞങ്ങളുടെ മേലും അവിടുത്തെ ആത്മാവിനെ അയക്കണമേ. ഞങ്ങൾ ശക്തിപ്പെടട്ടെ. ഇസ്രായേലാം ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആത്മാവാൽ നിറയ്ക്കണമേ. ആമേൻ. ഇസ്രായേലാം ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആത്മാവാൽ നിറയ്ക്കണമേ. മാളിക മുറിയിൽ പകർന്നതുപോൽ അഗ്നിനാവാൽ പതിയണമേ. ഹല്ലേലൂയ. മാളിക മുറിയിൽ പകർന്നതുപോൽ അഗ്നിനാവാൽ പതിയണമേ. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ തക്കവിധം ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ പ്രാർത്ഥനയുള്ള ഒരു ജീവിതമാക്കി മാറ്റണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന മക്കളെ അവിടുന്ന് ഇന്ന് ചെവിക്കൊള്ളണമേ. സുവിശേഷത്തിൻ സാക്ഷിയായിടാൻ ആത്മാക്കളെ നേടിടാൻ, സുവിശേഷത്തിൻ സാക്ഷിയായിടാൻ ആത്മാക്കളെ നേടിടാൻ. ആത്മശക്തി എന്നിൽ പകർന്നിടണേ, നിന്നാമത്തെ ഉയർത്തിടുവാൻ. ആത്മശക്തി എന്നിൽ പകർന്നിടണേ, നിന്നാമത്തെ ഉയർത്തിടുവാൻ. ആമേൻ. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. അങ്ങാരാധ്യനും പരമാരാധ്യനും സ്തുതികൾക്കെന്നും യോഗ്യനും. അങ്ങാരാധ്യനും പരമാരാധ്യനും സ്തുതികൾക്കെന്നും യോഗ്യനും. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇന്ന് കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹത്തിന്റെ ഒരു വാതിൽ നമുക്കായി തുറക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.